ഹലോ ഫ്രണ്ട്സ്, സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസിൻ്റെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫെർമി ഡെറാക് ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്നാണ്. അപ്പോൾ കഴിഞ്ഞ രണ്ട് വീഡിയോസിൽ നമ്മൾ മെയിനായിട്ട് നോക്കിയിരുന്നത് ടൈപ്പ് ഓഫ് സെമി കണ്ടക്ടേഴ്സ്, എഫക്റ്റീവ് മാസ് പറയുന്ന കൺസെപ്റ്റ് എന്തൊക്കെയാണെന്നൊക്കെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു ടേമാണ് പഠിക്കാൻ പോകുന്നത്, ഫെർമി ഡെറാക് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ എന്താണ് ഫെർമി ഡെറാക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നതിന് മുന്നേ എന്തിനാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് നോക്കാം. നമുക്കൊരു സെമി കണ്ടക്ടർ എടുക്കുകയാണെങ്കിൽ നമുക്ക് മെയിനായിട്ട് അതിന് നമ്മുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഈ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയേണ്ട ഒരു കാര്യമാണ് എത്രത്തോളം ഇലക്ട്രോൺസ് അതിൽ പ്രസൻ്റ് ആണ്, അല്ലെങ്കിൽ ചാർജ് കാരിയേഴ്സ് എത്രത്തോളം പ്രസൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു സോളിഡിനെ സംബന്ധിച്ച് നമുക്കറിയാം ഒരുപാട് ആറ്റംസ് ഒക്കെ ഉണ്ട് അതിൽ. അപ്പോൾ ഒരുപാട് ആറ്റംസ് ഉണ്ട്, അതിനനുസരിച്ചിട്ട് അത്രയും അല്ലെങ്കിൽ അതിന് ആ ആറ്റത്തിൻ്റെ നമ്പറിനെക്കാട്ടിൽ കൂടുതൽ ഇലക്ട്രോൺസ് ഉണ്ടാവും. സോ ഇതൊന്നും നമുക്ക് ഈ കൗണ്ട് ചെയ്യാന്ന് പറയുന്നത് പോസിബിൾ അല്ല. അതുകൊണ്ട് നമ്മളിവിടെ ഇലക്ട്രോണിൻ്റെ നമ്പറിനെക്കാട്ടിലും നമ്മളിവിടെ കൂടുതൽ എടുക്കുന്നത് കാരിയർ കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ കാരിയർ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ വോള്യൂം. അപ്പോൾ കാരിയർ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഒരു പെർട്ടിക്കുലർ വോളിയത്തിൽ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് വോളിയത്തിൽ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആ കാരിയർ കോൺസെൻട്രേഷൻ വെച്ചിട്ട് നമുക്ക് അതെങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന കാരിയർ കോൺസെൻട്രേഷൻ, അതിനനുസരിച്ചിട്ട് നമുക്ക് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ കാരിയർ കോൺസെൻട്രേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കതിന് എങ്ങനെയാണ് ഏതൊക്കെ അവൈലബിൾ എനർജി ലെവൽസ് നമ്മുടെ ഈ സെമി കണ്ടക്ടറിലുണ്ട്, ഈ എനർജി സ്റ്റേറ്റ്സിൽ എവിടേക്കാണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതെന്നൊക്കെ അറിയണം. അപ്പോൾ ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ മെത്തേഡിന് പകരം നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. കാരണം നേരത്തെ പറഞ്ഞു നമുക്ക് ഈ സോളിഡിൽ ഒരുപാട് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇലക്ട്രോണിൻ്റെ ബിഹേവിയർ അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടി പഠിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അപ്പോൾ അതിന് പകരം നമ്മളിവിടെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ഇലക്ട്രോണിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഇലക്ട്രോണിൻ്റെ ബിഹേവിയർ പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മൊത്തം ഒരു ഗ്രൂപ്പിൻ്റെ സ്വഭാവം പഠിച്ചു കഴിഞ്ഞാൽ നമുക്കതിനെ മൊത്തമായിട്ട് ആ പ്രോപ്പർട്ടി നമുക്ക് ആ മൊത്തം ഇലക്ട്രോൺസിനെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ഈ ഫെർമി ഡയറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതിന് ഷോർട്ടായിട്ട് നമ്മൾ FDD എന്ന് പറയും. സോ ഈ ഫെർമി ഡയറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്താണ് നമുക്ക് തരുന്ന ഇൻഫർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കുറച്ച് എനർജി ലെവൽസ് ഉണ്ട്. അപ്പോൾ ഈ എനർജി ലെവൽസിന് നമുക്ക് ഇലക്ട്രോൺസിനൊക്കെ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഫെർമി ഡയറാക് ഡിസ്ട്രിബ്യൂഷൻ എന്താ തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ട്രോണിന് ഇരിക്കാൻ പറ്റുന്ന എനർജി ലെവൽസിൽ എങ്ങനെയാണ് ഇലക്ട്രോൺസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, അതും തെർമൽ ഇക്വിലിബ്രിയത്തിൽ. സോ അതിൻ്റെ ഒരു ഇൻഫർമേഷനാണ് ബേസിക്കലി ഫെർമി ഡയറാക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ നമുക്കത് ഏറ്റവും കുറച്ചും കൂടി സിമ്പിളായിട്ട് നിങ്ങൾക്ക് കുട്ടികൾക്ക് സ്റ്റുഡൻസിന് മനസ്സിലാക്കാൻ പറ്റുന്നൊരു രീതിയിൽ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു കോളേജിൽ അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ കുട്ടികളുണ്ട് വിചാരിക്കുക. അപ്പോൾ 60 പേരുള്ള ഇരിക്കാൻ പറ്റുന്നൊരു ക്ലാസ്സാണ്. അതിലൊരു 20 പേരുണ്ട്. ആ 20 പേര് ഇരിക്കാൻ 60 സീറ്റ്സ് ഉണ്ട്. സോ ആ 60 സീറ്റ്സിൽ അവർക്ക് ഇരിക്കാൻ പറ്റുന്നതിൽ അവർ എങ്ങനെയാണ് അവരിയ്ക്കുന്നത്, സോ ഏത് രീതിയിലാണ്. ചിലപ്പോൾ എല്ലാ ബെഞ്ചിലും ചിലപ്പോൾ എല്ലാ കുട്ടികളും ഇരിക്കണം എന്നില്ല. ചിലപ്പോൾ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ചിലപ്പോൾ ഒരു ബെഞ്ചിൽ 2 പേര്, ചിലപ്പോൾ ഒരു ബെഞ്ചിൽ 3 പേര്, ആ രീതിയിലൊക്കെ ഇരിക്കും. അപ്പോൾ അതുപോലെ അവരെങ്ങനെയാണ് അവിടെ ആ 60 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ആ ക്ലാസ് റൂമിൽ ആ ബെഞ്ചസിൽ അവർ ഈ 20 പേര് എങ്ങനെ ഇരിക്കുന്നു, അതേപോലെ തന്നെ നമ്മളിവിടെ ഇലക്ട്രോൺസിന് ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുന്ന അവൈലബിൾ എനർജി സ്റ്റേറ്റ്സിൽ ഇലക്ട്രോൺസ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, അതാണ് ഈ ഫെർമി ഡയറാക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ടേം നമുക്ക് തരുന്ന ഇൻഫർമേഷൻ. അപ്പോൾ നമുക്ക് ഈ ഫെർമി ഡയറാക് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ F(E) എന്ന് പറയുന്ന ഒരു ലെറ്റർ വെച്ചിട്ടാണ്. ഈ F(E)ൽ F എന്ന് പറയുന്നതാണ് ഫംഗ്ഷൻ, E എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതാണോ എനർജി ലെവൽ എടുക്കുന്നത് ആ എനർജി ലെവലാണ് ഈ E എന്ന് പറയുന്നത്. അതിപ്പോൾ നമുക്കിപ്പം ക്വസ്റ്റ്യനിൽ ഇപ്പോൾ E1 ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏതാണോ നമ്മുടെ എനർജി ലെവൽ, ഇൻട്രസ്റ്റ് ഓഫ് എനർജി ലെവൽ, അത് നമുക്ക് എടുക്കാം. സോ F(E) ഈസ് ഈക്വൽ ടു ഈ F(E) മൊത്തമായിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫെർമി ഡയറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ F(E) ഈസ് ഈക്വൽ ടു 1/1 + e⁻e EF/kT. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ എഫിൻ്റെ ഈ ബ്രാക്കറ്റിൽ ഏതാണോ അതന്നെയാണ് ആ ലെറ്റർ തന്നെയായിരിക്കും ഇവിടെ വരും. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഇ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇ,
ഇവിടെ E1 ആണ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ E1, ഇവിടെ EC ആണ് എടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ EC. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക, അത് എപ്പോഴും കുട്ടികൾ തെറ്റിക്കുന്നതാണ്. സോ 1/1 പ്ലസ് ഇ റേസ് ടു ഇ മൈനസ് ഇ എഫ് ബൈ കെ ടി. സോ ഇവിടെ ഈ എഫ് ഓഫ് ഇ എന്ന് പറയുന്നത് ഫെർമി ഡയറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, കെ എന്ന് പറയുന്നത് ബോൾട്സ്മാൻ കോൺസ്റ്റൻ്റ് ആണ്. സോ ബോൾട്സ്മാൻ കോൺസ്റ്റൻറ്റിന് 2 വാല്യൂ ഉണ്ട്. 8.16 × 10⁻⁵ ഇലക്ട്രോൺ വോൾട്ട്സ് പെർ കെൽവിൻ ഉണ്ട്. 1.38 × 10⁻23 ജൂൾസ് പെർ കെൽവിൻ. അത് നമ്മൾ യൂസ് ചെയ്യുന്ന, അതായത് ഏത് ടേംസിനാണോ അല്ലെങ്കിൽ നമ്മൾ ഈ ഇലക്ട്രോൺ വോൾട്ട്സ് പെർ കെൽവിനാണോ വേണ്ടത്, ജൂൾസ് പെർ കെൽവിനാണോ വേണ്ടത്, അതിനനുസരിച്ചിട്ട് നമുക്ക് ബോൾട്സ്മാൻ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ സെലക്ട് ചെയ്യാം. ടി എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ പറയുന്നത് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണ്, ദാറ്റ് ഈസ് ഇൻ കെൽവിൻ. ഇനി ഇ എഫ് എന്ന് പറയുന്നത് ഫെർമി എനർജി ലെവൽ ഓർ ഫെർമി ലെവൽ എന്ന് പറയുന്നു. ഇനി നമുക്ക് എഫ് ഓഫ് ഇ എന്താണെന്ന് പറയാം. സോ എഫ് ഓഫ് ഇ എന്ന് ആക്ച്വലി പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ദ പ്രോബബിലിറ്റി ദാറ്റ് ആൻ എനർജി ലെവൽ ഇ ഈസ് ഫിൽഡ് ബൈ ഇലക്ട്രോൺസ്. അതായത് ഇ എന്ന് പറയുന്ന ഒരു എനർജി ലെവൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഇ എന്ന് പറയുന്ന എനർജി ലെവൽ ഇലക്ട്രോൺ ഒക്യുപ്പൈ ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്താണ്, അതിനെയാണ് നമ്മൾ ഈ എഫ് ഓഫ് ഇ എന്ന് പറയുന്ന ടേം കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഇവിടെ തെർമൽ ഇക്വിലിബ്രിയത്തിലും ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിലുമാണ് നമ്മൾ ഈ പ്രോബബിലിറ്റി നമ്മളിവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. ഇനി നമുക്കിതിൻ്റെ 3 കണ്ടീഷൻ നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മുടെ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ടി എടുക്കുക. ടി ഈസ് ഈക്വൽ ടു 0 കെൽവിൻ എടുക്കുക. അപ്പോൾ 0 കെൽവിൻ എടുക്കുന്ന സമയത്ത് നമ്മൾ 2 കണ്ടീഷൻ എടുക്കുക. അപ്പം ടി ഈക്വൽ ടു 0 എന്ന് പറയുന്ന സമയത്ത് ഫസ്റ്റ് കണ്ടീഷൻ ഇ ഈസ് ഗ്രേറ്റർ ദാൻ ഇ എഫ്. ഇ ഈസ് ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഇ എഫ് എന്ന് പറയുന്ന സമയത്ത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എഫ് ഓഫ് ഇ ഈസ് ഈക്വൽ ടു 1/1 പ്ലസ് ഇ മൈനസ് ഇ എഫ് ബൈ കെ ഇൻറ്റു 0. അപ്പോൾ കെ ഇൻറ്റു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്കറിയാം എനിത്തിങ് ഡിവൈഡഡ് 0 ഈസ് ഇൻഫിനിറ്റി. ഇ മൈനസ് ഇ എഫ് ബൈ കെ ഇൻറ്റു 0 എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിട്ട് വരും. സോ ഇതെന്ത് വരും, 1/1 പ്ലസ് ഇ റേസ് ടു ഇൻഫിനിറ്റി. സോ ഇ റേസ് ടു ഇൻഫിനിറ്റി ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആണ്. സോ 1 പ്ലസ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം ഇൻഫിനിറ്റി, 1/∞ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 0. സോ അപ്പോൾ ഇതെന്താണ് 0 എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 0 കെൽവിനിൽ നമ്മൾ എനർജി ലെവൽ കൺസിഡർ ചെയ്യുന്നത് ഈ ഫെർമി ലെവലിനെക്കാട്ടിൽ ഹയർ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഇലക്ട്രോൺ കാണാനുള്ള പ്രോബബിലിറ്റി 0 ആണ്. അതായത് 0 കെൽവിനിൽ ഫെർമി എനർജി ലെവലിനെക്കാട്ടിൽ ഹയർ എനർജി ലെവൽസിൽ ഇലക്ട്രോൺസ് ഉണ്ടാവില്ല. ഇതാണ് ആക്ച്വലി ഈ ഒരു ഇക്വേഷൻസ് എന്ന് നമുക്ക് മനസ്സിലാവേണ്ടത്. ഇനി നമ്മൾ അടുത്ത കേസ് ടി ഈസ് ഈക്വൽ ടു 0 തന്നെയാണ്. പക്ഷേ ഇവിടെ നമ്മൾ എടുക്കുന്ന കണ്ടീഷൻ എന്ന് വെച്ചാൽ ഇ ഈസ് ലെസ് ദാൻ ഇ എഫ്, അതായത് ഫെർമി ലെവലിനെക്കാട്ടിലും കുറഞ്ഞ അല്ലെങ്കിൽ താഴ്ന്ന എനർജി ലെവലാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. സോ നമ്മളിവിടെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഇസ് എഫ് ഓഫ് ഇ ഈസ് ഈക്വൽ ടു 1/1 പ്ലസ് ഇ റേസ് ടു ഇ മൈനസ് ഇ എഫ് ബൈ കെ ഇൻറ്റു 0. സോ ഇവിടെ നമുക്ക് 1/0 എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയാണ്. പക്ഷേ ഇവിടെ ഇ മൈനസ് ഇ എഫ്, ഓക്കെ, ഇവിടെ ഇ എഫ് ആണ് വലിയ വാല്യൂ, ഇ എന്ന് പറയുന്നത് ചെറിയ വാല്യൂ ആണ്. സോ നമ്മുടെ ഇ മൈനസ് ഇ എഫ് എന്ന് പറയുന്ന വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, സോ ഈ നെഗറ്റീവ് ആയതുകൊണ്ട് ഇവിടെ എന്ത് വന്നു, 1/0 എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ഉണ്ട്. സോ 1/1 പ്ലസ് ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി. അപ്പോൾ നമുക്കറിയാം ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റിനെ നമുക്ക് എന്ത് എഴുതാം, 1/e റേസ് ടു ഇൻഫിനിറ്റി. ഇ റേസ് ടു ഇൻഫിനിറ്റി നമുക്കറിയാം ഇൻഫിനിറ്റി ആണെന്ന്. സോ 1/∞ എന്ന് പറയുന്ന ഈ ടേം ഇവിടെ 0 ആയി. സോ നമുക്ക് എന്ത് വരും, 1 പ്ലസ് 0 എന്ന് പറയും. 1/∞ ഇവിടെ 0. സോ 1/1 ഈക്വൽ ടു 1. അപ്പോൾ ഇവിടെ എഫ് ഓഫ് ഇ എന്ന് പറയുന്നത് 1 ആണ്. അതായത് എഫിൻ്റെ വാല്യൂ എഫ് ഓഫ് ഇ ഈസ് ലെസ് ദാൻ ഇ എഫ്, അതായത് വെൻ ദ എനർജി ലെവൽ ഈസ് ലെസ് ദാൻ ഇ എഫ്, ഇ എഫിനെക്കാട്ട് താഴ്ന്ന എനർജി ലെവലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. 0 കെൽവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇലക്ട്രോൺസ് കാണാനുള്ള സാധ്യത 100% ആണെന്നാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ 0 കെൽവിനിൽ ഇ എഫിന് മുകളിലുള്ള എനർജി ലെവൽസിൽ ഇലക്ട്രോൺസിൻ്റെ പ്രോബബിലിറ്റി 0യും ഫെർമി ലെവലിന് താഴെയുള്ള എനർജി ലെവൽസ് ഇലക്ട്രോൺസ് ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റി 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം 100% പറയുകയാണെങ്കിൽ 100% ആണ്. ഇനി അടുത്ത കേസിൽ നമ്മൾ നോക്കുക, ഇ ഈസ് ഈക്വൽ ടു ഇ എഫ്. ഇ ഈസ് ഈക്വൽ ടു ഇ എഫ് എന്ന് പറയുമ്പോൾ എഫ് ഓഫ് ഇ ഈസ് ഈക്വൽ ടു ഇ എഫ്. സോ ഇവിടെ എന്ത് വന്നു, 1/1 പ്ലസ്
ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ എന്താണോ നമ്മൾ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കൊടുക്കുന്നത് അത് തന്നെയാണ് ഇവിടെ വരിക. സോ ഇവിടെ ഇ ഈസ് ഈക്വൽ ടു ഇ എഫ്. അപ്പോൾ ഇവിടെ ഇ എഫ് ആണ് ബ്രാക്കറ്റിൽ. സോ 1 പ്ലസ് ഇ റേസ് ടു ഇ എഫ് മൈനസ് ഇ എഫ് ബൈ കെ ടി. ഇ എഫ് മൈനസ് ഇ എഫ് എന്ന് പറയുന്നത് 0 ആണ്. സോ 1/1 പ്ലസ് ഇ റേസ് ടു 0 ബൈ കെ ടി. അപ്പോൾ ഇ റേസ് ടു 0 ബൈ കെ ടി എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഇ റേസ് ടു 0 എന്ന് പറയുന്നത് 1. സോ 1/1 പ്ലസ് 1 ദാറ്റ് ഈസ് 1/2. അപ്പോൾ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന എനർജി ലെവൽ ഫെർമി ലെവലിന് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഇലക്ട്രോൺസ് കാണാനുള്ള സാധ്യത 50%. അതല്ലെങ്കിൽ ഫെർമി ലെവലിനെ നമുക്ക് ഏത് രീതിയിൽ പറയാം, അതായത് 50% ഇലക്ട്രോൺസ് ഒക്യുപ്പൈ ചെയ്യാൻ സാധ്യതയുള്ള എനർജി ലെവലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫെർമി ലെവൽ എന്ന് പറയുന്നത്. ഇനി ഇതിനെ നമുക്ക് ജസ്റ്റ് ഒരു ഗ്രാഫിക്കൽ ഫോമാറ്റിൽ വരയ്ക്കാം. അതായത് എക്സ് ആക്സിസിൽ നമ്മൾ ഇവിടെ എനർജിയാണ് നമ്മൾ പറയുന്നത്, എനർജി ലെവല്. വൈ ആക്സിസിൽ ഈ ഫെർമി ഡയറാക് ഡിസ്ട്രിബ്യൂഷൻ എഫ് ഓഫ് ഇ. അപ്പോൾ നമുക്ക് ഇവിടെ ഇ എഫ് എന്ന് പറയുന്ന ഇതെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് 1 എന്നാണ് മാക്സിമം വരുന്ന എഫ് ഓഫ് ഇ. സോ നമ്മളിതെടുക്കുകയാണെങ്കിൽ ഇ എഫിൽ എന്തായിരിക്കും, ഇ എഫിന് താഴെ 0 കെൽവിനിൽ നോക്കുകയാണെങ്കിൽ ഇ എഫിന് താഴെയുള്ള എല്ലാ സ്റ്റേറ്റ്സും ഫിൽഡും ഇ എഫിന് മുകളിലുള്ള എല്ലാ സ്റ്റേറ്റ്സും എം ടി ആയിരിക്കും. ഏതിൽ, 0 കെൽവിനിൽ. ഓക്കെ. ഇനി അടുത്തത് നമുക്ക് പല കണ്ടീഷൻസ് നോക്കാം. അതായത് പല ടെമ്പറേച്ചർ, നമ്മളിപ്പോൾ 0 കെൽവിൻ മാത്രമേ ഇവിടെ എടുത്തുള്ളൂ. നമുക്കിനി അടുത്തത് 0 കെൽവിനേക്കാട്ടിൽ ഹയർ ടെമ്പറേച്ചർ എടുത്ത് നോക്കാം. ഇപ്പോൾ 0 കെൽവിൻ്റെ കേസിൽ നമുക്ക് ഏകദേശം ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് വരിക. ഇനി നമുക്ക് ഈ ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിൽ ഇതെങ്ങനെ വരുന്നെന്ന് നോക്കാം. ഓക്കെ. സോ നമ്മൾ ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും നേരത്തെ പറഞ്ഞ മാതിരി എക്സ് ആക്സിസിൽ എനർജി ലെവൽ, വൈ ആക്സിസിൽ എഫ് ഓഫ് ഇ. ഇനി നമ്മൾ നമ്മുടെ ഇ എഫിന്, അപ്പോൾ നമുക്കറിയാം 0 കെൽവിനിലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ T1 ഈക്വൽ ടു 0 കെൽവിൻ ആകുമ്പോൾ നമുക്ക് റെക്റ്റാങ്കിൾ ഷേപ്പാണ് കിട്ടുക. ഇനി നമുക്കറിയാം ഇവിടെ എന്താണ് ഈ ഇ എഫിൻ്റെ 50% 1/2 എടുക്കുന്ന സമയത്ത് അതാണ് നമ്മുടെ എന്ത് ഇ എഫ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമ്മൾ T1ൻ്റെ വാല്യൂ, അത് ടെമ്പറേച്ചർ നമ്മൾ കൂട്ടിക്കൊടുക്കുക. ടെമ്പറേച്ചർ കൂട്ടിക്കൊടുക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെക്റ്റാങ്കിളിൻ്റെ ഷേപ്പ് ചെറുതായിട്ട് മാറും. ഓക്കെ. അപ്പോൾ ഇവിടെ എന്തിട്ടാവും, ഇവിടെ ഈ കേർവ് ഇതൊരു ഈ റെക്റ്റാങ്കുലർ മാറിയിട്ട് ഇവിടെ ചെറിയൊരു കേർവേച്ചർ വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഇ എഫിന് മുകളിലുള്ള ചില സ്റ്റേറ്റെങ്കിലും എന്തായി പോവും, ഫില്ലായി പോവും. അതേമാതിരി തന്നെ നമ്മുടെ ടെമ്പറേച്ചർ എഗെയിൻ ഈ T1നേക്കാട്ടിൽ T2 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കേർവ് കുറച്ചും കൂടി ഈ റെക്റ്റാങ്കിൾ ഇപ്പോൾ T1ലുള്ള കേർവിനെക്കാട്ടിലും കുറച്ചും കൂടി എന്താണ് ഒരു കേർവി ഷേപ്പാണ് രണ്ടാമത്തേന് വരുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട്, ഇപ്പോൾ ഈ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ഫെർമി ലെവലിന് എബവ് ഉള്ള എനർജി ലെവൽസ് ഫില്ലാവാനുള്ള സാധ്യതയും കൂടുതലുണ്ട്. ഇനി നമുക്ക് ഇവിടെ പറയേണ്ട വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എഫ് ഓഫ് ഇ എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രോണിൻ്റെ പ്രസൻസ് കാണിക്കാനുള്ള ഒരു ടേമാണ്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോൺസ് ഇല്ലാത്ത കേസ്, അതല്ലെങ്കിൽ ഇലക്ട്രോൺസ് ഇല്ലാത്ത അവസ്ഥയാണ് നമ്മൾ വേക്കൻസി അല്ലെങ്കിൽ ഹോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോൺസ് ഇല്ലാത്ത വേക്കൻസിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ 1 മൈനസ് എഫ് ഓഫ് ഇ ആണ്. കാരണം മാക്സിമം പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ എഫ് ഓഫ് ഇ നമ്മുടെ ഇലക്ട്രോണിൻ്റെ പ്രോബബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ 1 മൈനസ് എഫ് ഓഫ് ഇ എന്ന് പറയുന്നത് ഹോൾ പ്രോബബിലിറ്റി ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇത് മറക്കരുത്. എഫ് ഓഫ് ഇ എന്ന് പറയുന്നത് ഇലക്ട്രോൺ പ്രോബബിലിറ്റി, ഇപ്പോൾ ഇലക്ട്രോൺ ഒരു എനർജി ലെവൽ ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റി, 1 മൈനസ് എഫ് ഓഫ് ഇ എന്ന് പറയുന്നത് ഹോൾസ് ആ എനർജി ലെവലിൽ ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റി. താങ്ക് യു.